ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് കുറേ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മനഃപൂർവ്വമായിട്ടാണ് ഇവർ നിങ്ങളോട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വലിയൊരു റീസണൊന്നുമില്ല നിങ്ങളോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ. ഇവിടെ ഇവർക്കറിയാം നിങ്ങൾ അത്രമാത്രമാണ് ഇവരെ സ്നേഹിക്കുന്നതെന്ന്. എന്നിട്ട് പോലുമാണ് ഇവർ നിങ്ങളോട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തണമെന്ന്. പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നാണ്. ഇവിടെ രണ്ട് ചിറകുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് പറന്നു വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇവർക്ക് പക്ഷേ സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. ഇവിടെ ഇവർ എന്തുകൊണ്ടാണ് സ്റ്റാൻഡ് എടുക്കാത്തത് എന്നതിൻ്റെ കാരണം ഇവരുടെ സ്വന്തക്കാരാണ് ഇവരുടെ എഗെയിൻസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ സാധിക്കാത്തത്. ചില ആൾക്കാർക്ക് സ്വന്തക്കാരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ചില ആൾക്കാർ അവരുടെ സ്നേഹത്തിന് വേണ്ടി എത്ര സ്വന്തക്കാരായിക്കൊള്ളട്ടെ അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ സ്വന്തത്തിലുള്ള ഒരു വ്യക്തി, അതായത് അവരുമായിട്ട് ഇവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആണ്. അത് കാരണം അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല. ആ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഇവരുടെയും ബന്ധത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ അത് ഇവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററോ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവർ സ്വയം സഫറിങ് ചെയ്യുകയും നിങ്ങളെയും സഫറിങ് ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി. ഇവിടെ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ അത് വളരെ പെട്ടെന്ന് പൂർണ്ണമാകുന്നതാണ് എന്നാണ് എനർജി പറയുന്നത്. ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ടായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടാവുന്നതാണ്. അല്ല, നിങ്ങൾ മോശം കർമ്മമാണ് ചെയ്തത് എങ്കിൽ അതിൻ്റേതായ ഫലം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണും കൂടുതലായിട്ട് പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്നുള്ള പ്ലാനിങ് ഇവർ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ഡിസിഷൻ ഇവർ എടുത്തു കഴിഞ്ഞു. ചില ആൾക്കാരുടെ പേഴ്സൺ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു, പക്ഷേ അവർ പേടിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ഏതോ ഒരു സിറ്റുവേഷനെ. അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കുവാൻ പേടിക്കുന്നു, അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരുവാൻ പേടിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ ഉള്ളത്. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ സ്നേഹം മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലല്ലോ, എല്ലാവരുടെയും പേഴ്സൺ അവരെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നു, എൻ്റെ പേഴ്സൺ മാത്രം എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ എന്ന്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയ അവസ്ഥയിലാണ് ഉള്ളത്. അത് കാരണം അവർക്ക് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുവാൻ ആഗ്രഹിച്ചിട്ട് പോലും നടക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയും കറണ്ട് ഫീലിങ്ങും. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവരുടെ കരിയറിൻ്റെ ആ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഹോപ്പ് കളയരുത്. ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ സംസാരിക്കുന്നത് കുറച്ച് കുറയ്ക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ സംസാരമെല്ലാം നടക്കുന്നുണ്ട് എങ്കിൽ കുറച്ചൊരു ബ്രേക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഞാൻ ബ്രേക്ക് എന്ന് പറഞ്ഞത് ബ്രേക്കപ്പ് അല്ല, കുറച്ച് സംസാരത്തിൽ കുറച്ച് കുറവ് കാണിക്കുക, നിങ്ങളോട് മിണ്ടുന്നതെല്ലാം കുറച്ചൊന്ന് കുറയ്ക്കുക, അങ്ങനെയുള്ള ബ്രേക്ക്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവനായിട്ട് ഒരു മെസ്സേജോ കോളോ ചെയ്യാതെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ രാവിലെ നിങ്ങളുടെ ഗുഡ് മോർണിംഗ് മെസ്സേജിന് റിപ്ലൈ തന്നു, പിന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർ എന്താ വീണ്ടും പഴയതുപോലെ ആകുന്നത്, എന്നെ ഹേർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇവർ എന്ന്.
പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ കുറച്ച് അവർക്കൊരു സ്പേസ് കൊടുക്കുക അവരുടേതായ. ഇനി നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർക്ക് എന്ത് ഗൈഡൻസ് ആണ് ഉള്ളത് എന്ന് നോക്കാം. അവരുടെ പേഴ്സൻ്റെ ഇവിടെ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഹാർട്ട് ചക്ര ഹീലിംഗ് ചെയ്യേണ്ടതാണ്. ആരൊക്കെയാണോ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളത് അവരെല്ലാം യൂണിയനിലാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും ഹാർമണി ആയിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ടാവുന്നതാണ്. പക്ഷെ നിങ്ങൾ കുറച്ചൊന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതാണ്. ഇവിടെ 6 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കുറേ ആൾക്കാരുടെ യൂണിയൻ 6 ദിവസത്തിനുള്ളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ യൂണിയൻ ഈ ഒരു റീഡിംഗ് കണ്ടതിന് ശേഷമുള്ള 6 ദിവസം അല്ലെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ലക്കി ആയിട്ടുള്ള ആൾക്കാരുടെ പേഴ്സൺ മാത്രമായിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ കാത്തിരിക്കേണ്ടതാണ്. ഒരു എന്താ പറയുക, സമാധാനത്തോടെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ സമയപരിധി പറഞ്ഞിരിക്കുന്നത് മാക്സിമം 6 ദിവസം, മിനിമം 6 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസൊണേറ്റ് ആകുമെന്നാണ്. ഇവിടെ മെയിനായിട്ട് നിങ്ങൾ പേഷ്യൻസോടെ കാത്തിരിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകണമെന്നില്ല, കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടെ അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരാൻ പോകുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങളെല്ലാം സറണ്ടർ ചെയ്യേണ്ടതാണ് ദൈവത്തിന് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ഒരിക്കലും കണ്ടീഷൻ വയ്ക്കാൻ പാടില്ല. അതായത് എനിക്കിതാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്കിത് വേണം, അങ്ങനെ ഒരു കണ്ടീഷൻ നിങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കാൻ പാടില്ല. സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു കണ്ടീഷനും വയ്ക്കാതെ ദൈവത്തിന് സമർപ്പിക്കുക. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചതിന് ശേഷം പ്രതീക്ഷയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. എന്താണോ ഡിവൈൻ അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ആ ഒരു കാര്യത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടിരിക്കേണ്ടതാണ്. അല്ല എനിക്ക് പറ്റത്തില്ല, എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ ഒരിക്കലും പറയാൻ പാടത്തില്ല. കാരണം ദൈവം എന്താണോ ഇഷ്ടപ്പെടുന്നത് അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. കാരണം ദൈവം ഒരിക്കലും നിങ്ങൾക്ക് മോശം വരണമെന്ന് വിചാരിച്ച് ഒന്നും ചെയ്യത്തില്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ദൈവം എന്ത് വേണമെങ്കിലും ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കുവാൻ തയ്യാറായിട്ടിരിക്കണം. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളുടെ കൂടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ പശ്ചാത്തപിക്കരുത്. എന്ത് മോശകാര്യം സംഭവിച്ചാലും അതിനെ അപ്പോൾ തന്നെ അങ്ങ് റിലീസ് ചെയ്ത് കളയുക. അല്ലാതെ അത് വിചാരിച്ച് വിഷമിച്ച് ഒരിടത്തിരിക്കേണ്ട ആവശ്യമില്ല. റിലീസ് ചെയ്യുക എന്തായാലും. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.